ശില്പി ഇന്ത്യൻ പാർലമെന്റിൽ പറഞ്ഞതാണ് ഡെമോക്രസിക്ക് ഒരു നിർവചനം എന്താ? വൺ മാൻ വൺ വോട്ട് വൺ വാല്യൂ. എന്റെയും നിങ്ങളുടെയും വോട്ടിനൊരു മൂല്യം, നിങ്ങളുടെയും പ്രധാനമന്ത്രിയുടെ വോട്ടിനൊരു മൂല്യം, നിങ്ങളുടെയും കുറിച്യന്റെയും വോട്ടിനൊരു മൂല്യം, നിങ്ങളുടെയും ആദിവാസിയുടെ വോട്ടിനൊരു മൂല്യം. ആരും ഒരാളുടെ മുകളിലല്ല, ആരും ഒരാളുടെ താഴെയല്ല, എല്ലാവർക്കും തുല്യ അന്തസ്. എങ്കിൽ ഭൂരിപക്ഷം ഇന്ത്യ ഭരിക്കണ്ടേ, ഭൂരിപക്ഷം കേരളം ഭരിക്കണ്ടേ, അവരുടെ പ്രധാനമന്ത്രിമാർ അവരുടെ മുഖ്യമന്ത്രിമാർ ഈ രാജ്യത്തുണ്ടാകണ്ടേ? ഉണ്ടേ, ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ ജനാധിപത്യം എന്താണ്? വൺ മാൻ വൺ വോട്ട് വൺ വാല്യൂ. പക്ഷെ ഈ രാജ്യത്ത് 65 വർഷമായതില്ല. പാർട്ടിയുടെ ഘടനയിലില്ല, പൊളിറ്റ് ബ്യൂറോയിലില്ല, KCCയിലില്ല. BJP എന്ന് പറഞ്ഞാലേ ബ്രാഹ്മണ ജാതി പാർട്ടി BJP, അത് ഞാൻ പറയുന്നില്ല. പിന്നെ ഏത് പാർട്ടിയിലാണ് ഉള്ളത്? അതുള്ളതാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ. ഒരു ആദിവാസിക്ക് അതിന്റെ ദേശീയ സെക്രട്ടറി ആകാൻ കഴിയുന്നെങ്കിൽ, കേരളത്തിൽ നിന്ന് 3 ദളിതർ ദേശീയ കമ്മിറ്റിയിലേക്ക് അന്തസ്സായി കൊടിയേരി ബാലകൃഷ്ണൻ പോകുന്നത് പോലെ പൊളിറ്റ് ബ്യൂറോയിലേക്ക് പോകാൻ ഒരു പാർട്ടി ഉണ്ടെങ്കിൽ അത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയാണ്. 7 ജില്ലകൾ, ആലപ്പുഴ ജില്ലയടക്കം, തിരുവനന്തപുരം ജില്ലയടക്കം, കൊല്ലം ജില്ലയടക്കം, പത്തനംതിട്ട ജില്ലയടക്കം, എന്തിന് അപ്പുറത്ത് പാലക്കാട് ജില്ലയടക്കം 7 ജില്ലകളുടെ ജനറൽ സെക്രട്ടറിമാർ കേരളത്തിൽ ദളിതരാ. ആർക്കെങ്കിലും സങ്കല്പിക്കാൻ കഴിയുമോ? ഏതെങ്കിലും ഒരു പാർട്ടിക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? സാംകുട്ടി ജേക്കബ് എന്ന ഒന്നാന്തരം ക്രിസ്ത്യാനി ഈ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, ഈ പാർട്ടിയെ നയിച്ചുകൊണ്ടിരിക്കുന്നത് MK മനോജ് കുമാർ എന്ന ജനറൽ സെക്രട്ടറി ഒന്നാന്തരം പുലയന, 22 ക്യാരറ്റ് പുലയന എന്ന് പറഞ്ഞാൽ പുലയനും ദളിതനും ക്രിസ്ത്യാനിക്കും CG ഉണ്ണി എന്ന നിലമ്പൂരുകാരൻ 22 ക്യാരറ്റ് നായര എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇവിടെ തുല്യമായി ഇടം കൊടുത്തിരിക്കുന്നു. അതാണ് സോഷ്യൽ ഡെമോക്രസി. ഡോക്ടർ BR അംബേദ്കറുടെ ആശയം, ഇന്ത്യൻ ഡെമോക്രസിയുടെ അടിത്തറ, ജനാധിപത്യത്തിന്റെ അടിത്തറ അതാണ്. അത് വരുമ്പോഴാണ് ഈ രാജ്യത്ത് ആൾക്കാർ പറയുന്നു ഇവിടെ ഭീകരവാദമാണ്, തീവ്രവാദമാണ്. എന്താ തീവ്രവാദം? മുസ്ലിങ്ങൾ കണ്ടില്ലേ? ഏറ്റവും ഒടുവിലത്തെ സർവേ കണ്ടോ നിങ്ങൾ? കേരളത്തിലെ കക്കൂസില്ലാത്ത, കേരളത്തിൽ പ്രാഥമിക സൗകര്യങ്ങളില്ലാത്ത, കേരളത്തിലെ സ്കൂളിന്റെ സർവേ പൊതുവിദ്യാഭ്യാസ വകുപ്പ് എടുത്തു കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ 500 സ്കൂളുകൾക്കാണ് പ്രാഥമിക സൗകര്യമില്ല. എവിടെ? ഏറ്റവും കൂടുതൽ മലപ്പുറം ജില്ലയിൽ, 2ാമത് പാലക്കാട് ജില്ലയിൽ, 3ാമത് കണ്ണൂർ ജില്ലയിൽ 352 സ്കൂളുകൾക്കില്ല. പക്ഷേ കോട്ടയത്ത് ആ പ്രശ്നമില്ല അല്ലേ? തിരുവനന്തപുരത്ത് ആ പ്രശ്നമില്ല, പത്തനംതിട്ടയിൽ പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ വിവേചനം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ. പക്ഷേ മുസ്ലിം ലീഗ് അന്തസ്സായിട്ട് പറയുന്നില്ല. അതൊക്കെ നൗഷാദ് പറയും. നൗഷാദ് വന്നിട്ടുണ്ട്, ഞാൻ അവസാനിപ്പിക്കുന്നു. എന്താ കാര്യം? ഈ രാജ്യത്ത് പിന്നോക്കനും മതസ്ഥിതനും ഒന്നും ഈ രാജ്യം ഭരിക്കണ്ട. എന്റെ ജില്ലക്കാരനാ വയലാർ രവി. ദേവകി കൃഷ്ണനെ നിങ്ങൾക്കറിയാം, പ്രായമുള്ളവർക്കറിയാം. കേരളത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനി ദേവകി കൃഷ്ണൻ എന്ന തീയ സ്ത്രീ കേരളത്തിൽ സ്വന്തം ഗർഭപാത്രത്തിൽ ഒരു നേതാവിനെ സൃഷ്ടിച്ചു. അതാണ് വയലാർ രവി. KSU സ്ഥാപിച്ചു. മഹാരാജാസ് എറണാകുളത്ത് പഠിക്കുമ്പോൾ 57-ൽ KSU സ്ഥാപിച്ചത്